നമസ്കാരം പ്രിയപ്പെട്ടവരെ. ആചാരപ്പെരുമയുടെയും ആവേശത്തിൻ്റെയും നിറവിൽ കണ്ണേങ്കാവ് പൂരമഹോത്സവം ഈ വരുന്ന 16-ാം തീയതി ആഘോഷിക്കപ്പെടുകയാണ്. നാടിൻ്റെ ഈ വലിയ ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രശസ്ത പ്രഭാഷകൻ ശ്രീ അജിത് കൊള്ളാടി ശ്രദ്ധേയമായ മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെയും പൂരത്തിൻ്റെ മഹിമയെയും കുറിച്ച് അറിവിൻ്റെ പുതിയ വാതായനങ്ങൾ തുറന്ന ശ്രീ അജിത് കൊള്ളാടിയുടെ ഈ മനോഹരമായ പ്രഭാഷണം നിങ്ങൾ ഒരിക്കലും കേൾക്കാതെ പോകരുത്. അതൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ കാവ്യാത്മകമായ ആ വാക്കുകളിലേക്ക് കടക്കാം. സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ഒരു പ്രഭാഷണം നടത്തണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന മൂർത്തിയുടെ ചുറ്റിപ്പറ്റിയുള്ള പുരാണ ഇതിഹാസങ്ങളും ഐതിഹ്യങ്ങളും ചരിത്രവും ഒക്കെയാണ് സ്വാഭാവികമായിട്ട് പറയേണ്ടത്. ഇവിടെ ഭദ്രകാളിയാണ്. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലഞ്ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ശങ്കരാചാര്യ ചൊല്ലിയ ശ്ലോകം. ശങ്കരാചാര്യത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു ദിവ്യ തേജസ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത് പല ദിക്കുകളിൽ നിന്നും. ദിവ്യ തേജസ് എന്ന് പറയുമ്പോൾ അതിശക്തമായ തേജസ്. അങ്ങനെയാണ് അദ്ദേഹം ധ്യാനത്തിലിരുന്നത്, ഈ തേജസ്സിനെ കാണുന്നത്. ഇതൊക്കെ കഥകളാണ്, ഐതിഹ്യങ്ങളാണ്. കഥയായാലും ഐതിഹ്യങ്ങളായാലും അതിന്റെ നല്ല സന്ദേശങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം. ഞാൻ ആ തരത്തിൽ ഐതിഹ്യത്തിനെ വീക്ഷിക്കുന്ന ഒരാളാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ ഐതിഹ്യങ്ങളിൽ വിശ്വസിക്കുന്ന രാജ്യമാണ്. സാങ്കല്പിക കഥകളിൽ വിശ്വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ, ചില പുരാതന കാലം മുതലൊക്കെ. അപ്പൊ ശങ്കരാചാര്യത്തിലൂടെ നടന്നു പോകുമ്പോൾ ഈ തേജസ്സിനെ കണ്ട് ധ്യാനത്തിൽ ഇരുന്നപ്പോൾ അദ്ദേഹം കാണുന്ന തേജസ്സാണ് വിഷ്ണുമായ. വിഷ്ണുവിന്റെ രൂപവും അതിൽ പകുതി സ്ത്രീ രൂപവുമായിട്ട് അദ്ദേഹം കാണുമ്പോൾ അത് പരാശക്തിയുടെ രൂപമാകണമെന്ന് ധരിച്ചുകൊണ്ട് പരാശക്തിയുടെ മൂർത്തിയെ അദ്ദേഹം ധ്യാനിക്കുക. അങ്ങനെയാണ് ഭൗമികമായ തേജസ്സിന്റെ ഒരു പ്രതിരൂപം കാണുന്നത്. പിന്നീട് അദ്ദേഹം ശിവരൂപം കാണുന്നു, പല ഉപദേവതമാരെയും കാണുന്നു. അങ്ങനെയാണ് ഈ തേജസ്സിനെ ഇവിടെ പ്രതിഷ്ഠിച്ചത് അദ്ദേഹം. ശങ്കരാചാര്യരുടെ കാലം ശങ്കരാചാര്യ കേരളത്തിൽ ഒരുപാട് ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. ചിലതിന് ചരിത്ര രേഖകളും. ആ ക്ഷേത്ര പ്രതിഷ്ഠകളിലൊക്കെ ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ എന്താ, പുരാതന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നത് ഗുപ്തരാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ, ആ ഗുപ്ത രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത്, ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ആ ക്ഷേത്രം വളരെ വിശാലമായിട്ടുള്ള ക്ഷേത്രങ്ങളായിരുന്നു. അവിടെ നിശബ്ദമായിട്ടിരുന്ന് ധ്യാനിക്കുവാനും മറ്റുമുള്ള സൗകര്യത്തിന് വേണ്ടി ഏകാന്തതയിൽ ലയിച്ചുകൊണ്ട് ധ്യാനിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ സങ്കല്പം. പല ക്ഷേത്രങ്ങളിലും അന്ന് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല. പിൽക്കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഇതായിട്ടുള്ള ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ വിഗ്രഹങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. ഐതിഹ്യപരമായിട്ട് നമ്മൾ വീക്ഷിക്കുമ്പോഴും ഇതിനെയും ഒരാൾക്കും ഉൾക്കൊള്ളാം. ശങ്കരാചാര്യരുടെ കാലത്തിന് ശേഷം ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവിക്ക് അപാര തേജസ് എപ്പോഴും നിലനിന്നിരുന്നു എന്നുള്ളതാണ് വിശ്വാസം, ഇപ്പോഴും വിശ്വാസികളുടെ വിശ്വാസം. അപ്പോൾ ഈ തേജസ് ഒന്ന് കുറയണം. ഈ തേജസ് കൂടിക്കൂടി വന്നാൽ ആ തേജസ്സിനെ നേരിടാൻ സാധാരണ ജനങ്ങൾക്ക് സാധ്യമാവില്ല എന്നുള്ള പണ്ഡിത വാക്യം ആ കാലഘട്ടത്തിൽ ഉത്ഭവിച്ചതിനെ തുടർന്നാണ് പിന്നീട് കുറെ കാലത്തേക്ക് ഇളയതുമാർ ഇവിടെ വന്ന് പൂജ നടത്തിയത്. ആ ഇളയതുമാര് പൂജ നടത്തുമ്പോൾ അവർക്ക് അതിനുള്ള തന്ത്രവിദ്യാദി കർമ്മങ്ങൾ അറിയാം, തേജസ് കുറയ്ക്കാൻ. അങ്ങനെ ദിവ്യ ചൈതന്യത്തിന്റെ അനുവാദത്തോടു കൂടിയിട്ടുള്ള ഈ പൂജാതി കർമ്മങ്ങൾ നടന്നിട്ട് ആ കാലഘട്ടത്തിൽ പിന്നീട് ആ
ലോകപ്രശസ്ത പണ്ഡിതനായ ഉദ്ദണ്ഡ ശാസ്ത്രികളോട് വരുന്നത്. ആ ഉദ്ദണ്ഡ ശാസ്ത്രികൾ വന്ന് ഈ ക്ഷേത്രത്തിൽ തൊഴുന്നുണ്ട്. ഇതൊക്കെ ഒരു 800-700 കൊല്ലം മുമ്പത്തെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. ചരിത്രത്തിൽ കുറിച്ചു വെച്ച കഥകൾ. ഉദ്ദണ്ഡ ശാസ്ത്രികൾ ഈ തേജോമയമായ രൂപം കണ്ടിട്ടൊരു ശ്ലോകം ചൊല്ലി. സംഭരിത ഭൂരികൃപം അംബശുഭമംബം എന്ന് പറയുന്നൊരു ശ്ലോകം. പ്രസിദ്ധമായൊരു ശ്ലോകമാണ്. അപ്പൊ ആ രണ്ടുപേര് ചൊല്ലിയപ്പോഴാണ് മൂന്നാമത്തെയും നാലാമത്തെയും വരി ആ അമ്പലത്തില് ശാന്തി ചെയ്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ വാരി വിതറി കിടന്നപ്പോൾ അതൊന്ന് വൃത്തിയാക്കുന്ന ഒരു ഭട്ടതിരിപ്പാട്, കാക്കശ്ശേരി ഭട്ടതിരി മൂന്നാമത്തെയും നാലാമത്തെയും വരി ചൊല്ലിയത്. ദണ്ഡശാസ്ത്രികൾ എവിടെ പോയോ അവിടെയൊക്കെ അദ്ദേഹം തർക്കശാസ്ത്ര വിദ്യ നടത്തി, തർക്കത്തിൽ ജയിച്ചു. തെക്കേ ഇന്ത്യയിൽ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ ഒരു ശാസ്ത്രികൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മൂന്നാമത്തെയും നാലാമത്തെയും വരി ഭട്ടതിരിപ്പാട് ചൊല്ലിയപ്പോൾ ഉദ്ദണ്ഡ ശാസ്ത്രികൾ അദ്ദേഹത്തിനെ നോക്കി പറയുക, എന്തൊരു മഹാനുഭാവൻ. അങ്ങനെ മൂക്കതരക്കാരനായ ഭട്ടതിരിപ്പാടാണ് കാക്കശ്ശേരി ഉദ്ദണ്ഡ ശാസ്ത്രികളെ പരാജയപ്പെടുത്തിയിട്ടുള്ള മഹാനായ ബുദ്ധിമാൻ. അപ്പോഴാണ് ഉദ്ദണ്ഡ ശാസ്ത്രികൾ പറയുന്നത്, ദേവിയുടെ ചൈതന്യം സിദ്ധിച്ച പ്രദേശമാണിത്, മഹാബുദ്ധിയുടെ പ്രഭാവം. അങ്ങനെയൊക്കെയാണ് പഴയ കഥകൾ തുടങ്ങുന്നത്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ലോകത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എല്ലായിടത്താണെങ്കിലും ഗൗരവപരമായി ചിന്തിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരും. ഈ ഉപരിപ്ലവമായ കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ജനസമൂഹം ആ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്. പുരാണങ്ങൾ ഗഹനമായി പഠിക്കില്ല, ഉപനിഷത്തിനെ കുറിച്ച് അറിയുകയില്ല, രാമായണം അറിയില്ല, മഹാഭാരതം അറിയില്ല, ദേവി ഭാഗവതം അറിയില്ല, ഖുർആൻ അറിയില്ല, ബൈബിളും അറിയില്ല, ഗഹനമായി പഠിക്കില്ല. ഉപരിപ്ലവമായി അവിടെ നിന്നും കേട്ടിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുന്നൊരു ലോകം. അങ്ങനത്തെ ഒരു ലോകത്തിലാണ് നമ്മൾ ഈ മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും ഉപനിഷത്തിന്റെയും ഒക്കെ സന്ദേശങ്ങളെ ഉൾക്കൊള്ളേണ്ടത്. അത് യഥോചിതമായി പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് മറ്റൊരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കും. മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നുള്ളതാണ് ഏറ്റവും ഉദാത്തമായ ഭക്തി. നമ്മൾ ഭക്ത പ്രഹ്ലാദ എന്ന് കേട്ടിട്ടുണ്ട്, ഭക്ത കുചേല എന്ന് കേട്ടിട്ടുണ്ട് പുരാണങ്ങളിൽ, ഭക്തയായ മീരാബായി എന്ന് കേട്ടിട്ടുണ്ട്, ഭക്തയായ ശബരി എന്ന് കേട്ടിട്ടുണ്ട്, ഭക്തരാമൻ എന്ന് കേട്ടിട്ടുണ്ട്, ഭക്ത താരകാസുരൻ എന്ന് കേട്ടിട്ടുണ്ട്, ഭക്ത ഹിരണ്യകശിപു എന്ന് കേട്ടിട്ടുണ്ട്. എന്തേ കേൾക്കാത്തത്? ഈ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ രണ്ടു തരം ഭക്തന്മാര് പോകുന്നുണ്ട്. ഹിരണ്യകശിപു ഭക്തന്മാരും പോകുന്നുണ്ട്, കുചേല ഭക്തന്മാരും പോകുന്നുണ്ട്. താൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് പോകുന്നത്. ഹിരണ്യകശിപുക്കാർ അമ്പലത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് പോലും കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് അർജുനനോട്. ശങ്കരാചാര്യരും പറയുന്നു, കപട വിശ്വാസവുമായിട്ട് അമ്പലത്തിലേക്കും ദേവാലയങ്ങളിലേക്കും കയറി ചെന്നാൽ അവിടെ ഭക്തിയുടെ ആത്മാർപ്പണം നടക്കുകയില്ല. ഭക്തിയുടെ ആത്മാർപ്പണം നടക്കുമ്പോഴാണ് അവിടുത്തെ ചൈതന്യം ഉരുത്തിരിഞ്ഞു വരിക. ചൈതന്യം ഒരു വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് മാത്രമല്ല, നിങ്ങളിൽ ഓരോരുത്തർക്കും ചൈതന്യമുണ്ട്. ഈ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ചൈതന്യമുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് അഭൗമികമായ ആന്തരിക ചൈതന്യത്തിന്റെ സർഗ പ്രതിഭയാണ്. ആ ചൈതന്യം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ഒരു മനുഷ്യനും സാധിക്കാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത്. എന്നാൽ മനുഷ്യന്റെ ഉള്ളിലെ ആന്തരിക ചൈതന്യത്തിനെ 100% ഉപയോഗിച്ചപ്പോഴാണ് ലോകപ്രശസ്ത യുഗപുരുഷന്മാർ ഉടലെടുത്തത്. ശ്രീനാരായണ ഗുരുദേവൻ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, വിവേകാനന്ദ സ്വാമികൾ, മാർട്ടിൻ ലൂതർ കിങ്, ആൽബർട്ട് ഐൻസ്റ്റീൻ, തോമസ് എഡിസൺ, അങ്ങനെ ലോകപ്രശസ്ത യുഗപുരുഷന്മാർ, പ്രതിഭാശാലികൾ, മൈക്കലാഞ്ചലോ, ലിയനാർഡോ ഡാവിഞ്ചി, വാൻ ഗോഗ്, ഷേക്സ്പിയർ, കാളിദാസൻ തുടങ്ങിയിട്ടുള്ള മഹാപ്രതിഭകൾ അവരുടെ ഉള്ളിലുള്ള അഭൗമികമായ സർഗ പ്രതിഭയെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ അവർ ദിവ്യ തേജസ്സിന്റെ ഏറ്റവും വലിയ ഉത്കൃഷ്ടമായിട്ടുള്ള പ്രഭാപൂരം പ്രപഞ്ചത്തിലേക്ക് പ്രവഹിപ്പിച്ചു. നാളെ ഭാവിയിൽ ഈ കുട്ടി ഗായികയായിട്ട് അവരുടെ പ്രഭാപൂരം പുറത്തേക്ക് കൊണ്ടുവരും. ഗാനഗന്ധർവൻ ദാസേട്ടൻ
ആദ്യം പാട്ട് പാടാൻ പോയപ്പോൾ തിരസ്കരിക്കപ്പെട്ട ശബ്ദമാണ്. പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടാണ് മട്ടാഞ്ചേരി പട്ടണ സ്ട്രീറ്റിൽ അദ്ദേഹം ജീവിതം കഴിച്ചു കൂട്ടിയത്. ഇന്ന് ഗന്ധർവനാദം കേൾക്കാത്ത ഒരു മനുഷ്യനും ഈ ഭൂഗോളത്തിലില്ല, പ്രത്യേകിച്ച് മലയാളികളും തെക്കേ ഇന്ത്യക്കാരുമില്ല. അതാണ് തന്റെ ഉള്ളിലെ ആന്തരിക ചൈതന്യത്തിന് അതിനെ കണ്ടറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് പ്രവഹിപ്പിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ ആത്മാർപ്പണം നടത്തുന്നവരാകുന്നത്, ജീവിതത്തോട് ആത്മാർപ്പണം നടത്തുന്നവർ. അങ്ങനെ ആത്മാർപ്പണം നടത്തുമ്പോഴാണ് റൊണാൾഡോ ഉണ്ടാവുക, മെസ്സി ഉണ്ടാവുക, ടെണ്ടുൽക്കർ ഉണ്ടാവുക, ഉസൈൻ ബോൾട്ട് ഉണ്ടാവുക, അങ്ങനെ പലരും ഉണ്ടാവുക. അല്ലാതെ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായിട്ട് 80 വയസ്സ് വരെ ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ പേരാണ് ഉപനിഷത്ത്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഉപ വരൂ, അടുത്തിരിക്കൂ, നിഷത്ത് ഇരിക്കൂ, അടുത്ത് വന്നിരിക്കൂ. ആരുടെ? ഗുരുനാഥന്റെ അടുത്ത് വന്ന് ശിഷ്യൻ ഇരിക്കുമ്പോൾ ശിഷ്യന്റെ ചെവിയിൽ ഓതിക്കൊടുക്കുന്ന സന്ദേശമാണ് ഉപനിഷത്ത്. 101 ഉപനിഷത്തുകൾ ഉണ്ടോ എന്ന് പറയപ്പെടുന്നു, 1001 ഉണ്ടോ എന്ന് പറയപ്പെടുന്നു. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അപാരമായ വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരമാണ് ഉപനിഷത്ത്. ആ ഗ്രന്ഥങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായത്, വേദങ്ങൾക്ക് ശേഷം. ആ ഉപനിഷത്താണ് ലോകത്തോട് പല കാര്യങ്ങളും വിളിച്ചോതി അന്നത്തെ മഹാമഹർഷിമാരെഴുതിയ ഗ്രന്ഥങ്ങളാണത്. അതിനുശേഷമാണ് പുരാണങ്ങൾ വരുന്നത്. അതിനുശേഷമാണ് രാമായണവും മഹാഭാരതവും ഒക്കെ എഴുതപ്പെടുന്നത് ചരിത്രപര പ്രകാരം. ആ ഉപനിഷത്ത് ഈശാവാസോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, ചാന്ദേക്യോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത് തുടങ്ങിയിട്ടുള്ള കഠോപനിഷത്ത്, കേനോപനിഷത്ത് തുടങ്ങിയിട്ടുള്ള ഉപനിഷത്തുകളൊക്കെ നമ്മളോട് പറയുന്നത് ജീവിതത്തെ കുറിച്ചാണ്, ജീവിതത്തിന്റെ ചിന്തകളെ കുറിച്ചാണ്, ഭക്തിയെ കുറിച്ചാണ്. എല്ലാറ്റിലും ഉപരിയായി അവർ പറയുന്നത് അവനവനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ചാന്ദ്യോഗ്യോപനിഷത്ത് കൃത്യമായി എഴുതി വെച്ച് തത്വമസി, അത് നീയാകുന്നു, നീ എന്തിനെ തേടി നടക്കുന്നുവോ അത് നീ തന്നെ എന്ന് എഴുതി വെച്ചത് ഇന്ത്യയിൽ ജീവിച്ച മഹാമഹർഷിമാരാണ്. നീ എന്തിനെ തേടി നടക്കുന്നുവോ അത് നീ തന്നെ. ഭദ്രകാളി നിന്റെ ഉള്ളിലുണ്ട്, മഹാവിഷ്ണു നിന്റെ ഉള്ളിലുണ്ട്, മഹാശിവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഏത് ദൈവത്തിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അകത്തുള്ളത് കാണാതെ പുറത്തേക്ക് നോക്കിയാൽ കാണില്ല എന്ന് എഴുതി വെച്ച ഗ്രന്ഥത്തിന്റെ പേരാണ് ഉപനിഷത്ത്. നിർഭാഗ്യവശാൽ ഇന്ത്യക്കാരിൽ 90% ഈ ഗ്രന്ഥം തൊട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. അവിടെയാണ് ഈ തത്വശാസ്ത്രത്തിന്റെ ദുരന്തങ്ങൾ വരുന്നത്. ഈശാവാസ്യമിദം സർവം ജഗത്തിഞ്ചതേ. ഈശാവാസ്യോപനിഷത്ത് തുടങ്ങുന്ന അവിടുന്ന് ചരാചരങ്ങളിൽ മുഴുവൻ ദൈവീകതയുണ്ട്. എല്ലാ ചരാചരങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കൂ. ഉറുമ്പ് മുതൽ എല്ലാ മനുഷ്യനും വരെ എല്ലാം ദിവ്യത്വമുള്ളവരാണ്. നിങ്ങൾക്ക് എന്ത് അധികാരം മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ? ഉപനിഷത്ത് ചോദിക്കുന്ന ചോദ്യം അതാണ്. ദേവിയെ കാണാൻ വേണ്ടി, ദേവിയെ തപസ് ചെയ്യാൻ വേണ്ടി ശങ്കരാചാര്യ കുടജേത്രി മലയിൽ തപസ് ചെയ്യുന്ന സമയത്ത് സർവജ്ഞപീഠം കയറാൻ വേണ്ടിയിട്ട് ഇച്ഛാശക്തി കൊണ്ട് അദ്ദേഹം തപസ് ചെയ്ത് തനിക്ക് എല്ലാ വിജ്ഞാനവും തേടി എന്നുള്ള അറിവോടും ധാരണയോടും കൂടിയിട്ട് കുടജാത്രി മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ശങ്കരന്റെ മുന്നിൽ നിന്നതൊരു ചണ്ടാലനാണ്. നമ്മളൊക്കെ പലരും കുടജാത്രി മലയിൽ പോയിട്ടുള്ളവർ. ഇപ്പൊ അവിടെയൊക്കെ കുറച്ച് ദുർഘടമാണെങ്കിലും എല്ലാവർക്കും പോകാവിടെ. മുന്നിൽ ചണ്ടാലനാണ് ശങ്കരന്റെ മുന്നിൽ. അപ്പൊ ശങ്കരൻ പറയാണ് ചണ്ടാലനോട്, മാറി നിൽക്ക്. ജാതിയിൽ ഏറ്റവും ഹീനജാതിക്കാരനാ ചണ്ടാലൻ. ശങ്കരാചാര്യരോ ബ്രാഹ്മണരിൽ ഏറ്റവും ഉത്തമ ശ്രേഷ്ഠനായ ബ്രാഹ്മണൻ. ശങ്കരൻ പറയാ, സർവവിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരം തന്റെ മനസ്സിൽ ആവാഹിച്ച ശങ്കരൻ ഈ ചണ്ടാലനെ കണ്ടപ്പോ പറഞ്ഞു, മാറി നിൽക്ക്. ചണ്ടാലന്റെ മറുചോദ്യമാണ് ശങ്കരാചാര്യരോട്, ശരീരമാണോ മാറേണ്ടത്, മനസ്സാണോ മാറേണ്ടത്? ശങ്കരന് കാര്യം പിടികിട്ടി. വീണ്ടും തിരിച്ചുപോയി മലയിലേക്ക്. അവിടെ വീണ്ടും വർഷങ്ങളോളം തപസ് ചെയ്തു. പിന്നെ ഇറങ്ങി വരുമ്പോഴാണ് പറഞ്ഞത്, അഹം ബ്രഹ്മാസ്മി, സർവം ഖലിതം ബ്രഹ്മ. രണ്ടില്ല, ഒന്നേയുള്ളൂ, എല്ലാം ഒന്ന് തന്നെ. ദേവിയെ തേടിപ്പോയ ശങ്കരാചാര്യർ അവിടെ നിന്ന് പ്രഖ്യാപിച്ചിറങ്ങി വരുന്നത് എന്താ?
അഹം ബ്രഹ്മാസ്മി എന്നാണ് പരിദാസേട്ടൻ പറഞ്ഞത്. ദേവി കൂടെ വരുന്നു, പരീക്ഷണമാണ് അവിടെ. എന്താണ് സാധനം, എന്താണ് ദിവ്യത്വം, എന്താണ് ഈ പ്രപഞ്ചം എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ശങ്കരാചാര്യം ഈ ദേവി പുരാണത്തിൽ പല കഥകളും. നമ്മൾ ഇതിന്റെ ഗഹനമായ തത്വങ്ങൾ മനസ്സിലാക്കാതെ ഉപരിപ്ലവമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇന്ന് ലോകത്തിൽ എല്ലായിടത്തും കാണുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ അടിസ്ഥാനമായിട്ടുള്ള ഭക്തി പ്രവാഹം കാണുന്നു. അതല്ല ഭക്തി. ഭക്തി കുചേലന്റെ ഭക്തിയാണ്, ഭക്തി പ്രഹ്ലാദന്റെ ഭക്തിയാണ്, ഭക്തി ശബരിയുടെ ഭക്തിയാണ്. ആ ഭക്തിയാണ് പുരാണങ്ങൾ ലോകത്തോട് ഉദ്ഘോഷിച്ചത്. തന്റെ പ്രിയപ്പെട്ട മൂർത്തിമത്ഭാവമായ ശ്രീരാമചന്ദ്രനെ കാണാൻ വേണ്ടി ശബരിക്കാടുകളിൽ തപസ് ചെയ്ത ശബരി എന്ന് പറയുന്ന വൃദ്ധ തപസ്വിനി, ശ്രീരാമനും ലക്ഷ്മണനും വരുമെന്ന് കാത്തിരുന്ന വിശപ്പടക്കാൻ വയ്യാതെയായപ്പോൾ വൃദ്ധയായ ശബരി താൻ ശേഖരിച്ചു വെച്ച ഈ വൃക്ഷങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളിൽ ഒന്നെടുത്ത് ഭക്ഷിച്ചു വിശന്നപ്പോൾ. അപ്പോഴാണ് ലക്ഷ്മണ രാമകുമാരന്മാർ കയറി വരുന്നത്. എന്താ അമ്മേ, ഞങ്ങൾക്കൊന്നുമില്ലേ തിന്നാൻ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയുകയാണ്, ഞാനത് ഭക്ഷിച്ചല്ലോ മോനെ, നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വാൽമീകി രാമനെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്താ? അമ്മേ, അമ്മ കഴിച്ച ഭക്ഷണത്തിന്റെ ഉച്ഛിഷ്ടം എനിക്ക് കഴിക്കാൻ തരും. സൂര്യവംശ ചക്രവർത്തി രഘുവംശ തിലോത്തമൻ ശ്രീരാമചന്ദ്രനെ കൊണ്ട് വാൽമീകി കഴിപ്പിച്ചത് ആദിവാസി സ്ത്രീയായ ശബരി കഴിച്ച ഭക്ഷണത്തിന്റെ ഉച്ഛിഷ്ടം. ഗഹനമായിട്ട് പുരാണങ്ങളിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം നമുക്ക് കാണാം. എല്ലാം ഒന്ന് തന്നെ എന്ന് വാൽമീകി പറഞ്ഞു, വ്യാസൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഉപനിഷത്ത് പറഞ്ഞു, എല്ലാം ഒന്ന് തന്നെ. നമ്മൾ എന്തിനാണ് വെവ്വേറെ വെവ്വേറെ കാണേണ്ട ആവശ്യം? മനുഷ്യൻ മനുഷ്യനാണ്. ജാതിയോ മതമോ നിറമോ ഭേദമോ വർണ്ണമോ ഒന്നും മനുഷ്യ വംശത്തിലില്ല. അതുണ്ടാക്കിയത് പിൽക്കാലഘട്ടത്തിൽ വന്ന സാമ്രാജ്യത്വ ശക്തികളും ബ്രാഹ്മണ പൗരോഹിത്യവും അല്ലെങ്കിൽ ചാതുർവർണ്ണ സിദ്ധാന്തവുമാണ്. അതാണ് ഈ ലോകത്തിൽ മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പുരാണങ്ങൾ അത് പറഞ്ഞിട്ടില്ല. രാമായണവും മഹാഭാരതവും ദേവി ഭാഗവതവും ഒന്നും അത് പറഞ്ഞിട്ടില്ല. ഇളയതുമാർക്ക് പൂജ ചെയ്യാൻ അവസരം കൊടുത്ത അമ്പലമാണ്. ആര് ആത്മാർപ്പണത്തോടുകൂടി എന്നെ ഭജിക്കുന്നുവോ ഞാൻ അവരുടെ മുന്നിലുണ്ട്. ഹൃദയേഷു അർജുന അധിഷ്ഠിത എന്ന ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നത്, ഹൃദയത്തിൽ എന്നെ ആത്മാർപ്പണത്തോടുകൂടി ആരാധിക്കുന്നവൻ ആരാണോ അവന്റെ ഉള്ളിൽ ഞാനുണ്ട്, അല്ലാത്തവന്റെ ഉള്ളിൽ ഞാനില്ല. വ്യാസൻ എഴുതി വെച്ച ഗ്രന്ഥമാണ് ഭഗവത്ഗീത. വ്യാസൻ എഴുതിയ പ്രസിദ്ധമായ ശ്ലോകം ഭഗവത്ഗീതയിൽ. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സേനാമധ്യത്തിലേക്ക് നിർത്താൻ പറയാണ് രഥം. അർജുനൻ കൃഷ്ണനോട്, ഞാൻ യുദ്ധക്കളത്തിൽ ചെന്ന് എല്ലാവരെയും ഒന്ന് കണ്ടിട്ടുണ്ട് വരാം. എന്നിട്ട് വന്നതിന് ശേഷം 1 മണിക്കൂറിൽ എല്ലാവരെയും പരാജയപ്പെടുത്തിട്ട് ഞാൻ യുദ്ധം ജയിച്ചിട്ട് വരാമെന്ന് പോയ ആളാ അർജുനൻ. കൃഷ്ണനാ തേരാളി. അവിടെ ചെന്ന് 2 സൈന്യത്തെയും നോക്കുക, കൗരവരെയും പാണ്ഡവരെയും. ഇപ്പുറത്തുള്ളത് ഭീഷ്മർ, ദ്രോണൻ, ദുര്യോധനൻ, ദുശാസനൻ, സകല പ്രഗത്ഭന്മാരെ മടിയിൽ നിൽക്കും. ഇപ്പുറത്ത് തന്റെ ഏട്ടന്മാർ, ധർമ്മപുത്രർ, ഭീമൻ, അങ്ങനെയുള്ള എല്ലാ സഹോദരന്മാർ. ഇത് കണ്ട് മോഹാലസ്യപ്പെട്ടു പോവുകയാണ് വില്ലാടി വീരനായ അർജുനൻ. പേടിച്ചു, ഭീരുവായി, മോഹാലസ്യപ്പെട്ട് രഥത്തിൽ വീണു അർജുനൻ. അപ്പോൾ കൃഷ്ണൻ ഉപദേശിക്കുന്ന ആദ്യത്തെ മോട്ടിവേഷണൽ ടോക്കാണ് ഈ ഭഗവത്ഗീത. എങ്ങനെ മനസ്സിനെ ഉദ്ധരിക്കാമെന്നാണ് 18 അധ്യായത്തിൽ വ്യാസൻ കൃഷ്ണനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതൊരു മതഗ്രന്ഥമല്ല, അതൊരു തത്വസംഹിതയാണ്. ഫിലോസഫി ഓഫ് ദ വേൾഡ് ആൻഡ് ദ ലൈഫ്. ലോകത്തെ ആദ്യത്തെ മോട്ടിവേഷണൽ ടീച്ചറാണ് കൃഷ്ണൻ, ആദ്യത്തെ സ്റ്റുഡന്റ് ആണ് അർജുനൻ. അതാണ് ഉദ്ധരേതാത്മനാത്മാന. അർജുന, നീ നിന്റെ മനസ്സിനെ തന്നെത്താൻ ഉയർത്ത്. ആത്മനാ ബന്ധു, നിന്റെ മനസ്സിന്റെ ഏറ്റവും അടുത്ത ബന്ധു നീയാണ്. ആത്മനാ, നിന്റെ മനസ്സിന്റെ ഏറ്റവും കടുത്ത ശത്രു നീ തന്നെയാണ്. ഹരിദാസേട്ടന്റെ ഏറ്റവും വലിയ ബന്ധു ഹരിദാസേട്ടനാണ്. ഹരിദാസേട്ടന്റെ ശത്രു ഹരിദാസേട്ടൻ തന്നെ. അജിത് കൊളാടിയുടെ ബന്ധുവും അജിത് കൊളാടിയാണ്, അജിത് കൊളാടിയുടെ ശത്രുവും അജിത് കൊളാടിയാണ്, അല്ലാണ്ട് എന്റെ അയൽവാസിയല്ല. നമ്മുടെ ലോകത്തിലെ വിചാരം നിന്റെ ശത്രുവിന്റെ അയൽവാസിയാണ്. അതാ പ്രശ്നം ഈ ലോകത്തിന്.
പക്ഷെ വ്യാസം പറഞ്ഞത് നേരെ മറിച്ച, നിങ്ങളുടെ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ ശത്രു, നിങ്ങളുടെ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ ബന്ധു എന്ന് ഭഗവത്ഗീത ക്ലിയർലി മാനിഫെസ്റ്റ്, അത് കൃത്യമായിട്ട് പറയുന്നു. അങ്ങനെ നമ്മളെ അറിഞ്ഞുകൊണ്ട്, നമ്മുടെ ദോഷവും നമ്മുടെ ഗുണങ്ങളും അറിഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോകുമ്പോഴാണ് അവിടെ ആത്മാർപ്പണം നടത്താൻ പറ്റുക എന്ന് ഈ വ്യാസൻ തന്റെ ഭഗവത്ഗീതയിൽ പറയുന്നു. ഈ ക്ഷേത്രത്തിന്റെ മുന്നിലും ദീപസ്തംഭമുണ്ട്. ആ ദീപസ്തംഭം വെച്ചിരിക്കുന്ന ആമയുടെ മുകളിലാണ്. കാണാത്തവർ കുട്ടികളൊന്ന് പോയി നോക്കിയാൽ മതി, അത് കാണും. ആമയുടെ മുകളിലെ ദീപസ്തംഭം പ്രതിഷ്ഠിക്കുകയുള്ളൂ. സിംഹത്തിന്റെ മുകളിലും പുലിയുടെ മുകളിലും ഉണ്ടാവില്ല. കാരണം എന്താ? വ്യാസൻ എഴുതിയ ശ്ലോകമാണ്. ആമയെ നിങ്ങൾ തൊട്ടാൽ ആമ അതിന്റെ തലയും കയ്യും കാലൊക്കെ ഉള്ളിലേക്ക് വലിക്കും. ആമയെ പോലെയാകൂ മനുഷ്യ. നിങ്ങൾ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് വലിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളും നിങ്ങളുടെ മൂർത്തിയും മാത്രമാകണം. അപ്പോഴാണ് ആത്മാർത്ഥ ഭക്തി പ്രവഹിപ്പിക്കുക. കണ്ണും കയ്യും കാതും കരളും നാവും ചെവിയും എല്ലാം ഉള്ളിലേക്ക് വലിക്കുക. ഒന്നും കേൾക്കണ്ട, ഒന്നും കാണണ്ട, അവിടെ മാത്രം കാണുക. അങ്ങനെ ആര് പോകുന്നു അവിടേക്ക്, അവിടെയാണ് യഥാർത്ഥ ഭക്തൻ. ഇത് അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെ ഈ അമ്പലമല്ല, ഇവിടുത്തെ ശ്രീ ഗുരുവായൂരമ്പലത്തിലെ നോക്കൂ, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വലിയ അമ്പലത്തിലെ നോക്കൂ. ഗുരുവായൂരമ്പലം ദർശിച്ച് പുറത്തേക്ക് വന്നാൽ ഇത് മറ്റു മതങ്ങളുടെ ദേവാലയങ്ങളുടെ തന്നെയാണ് സ്ഥിതി. ദർശിച്ച് പുറത്തേക്ക് വന്നാൽ ആണുങ്ങളാഴ്ചയിൽ ഗുരുവായൂരമ്പലത്തിന്റെ പ്രദക്ഷിണ വരിയുന്നുണ്ട്. പല വർത്തമാനങ്ങളും പറഞ്ഞേക്കും. ഇന്നത്തെ കല്യാണം എങ്ങനെയുണ്ട്, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എങ്ങനെയുണ്ടായിരുന്നു, അമ്പലത്തിൽ ചർച്ചയാണ്. സഹോദരിമാരാണെങ്കിൽ നല്ല സാരി ഇട്ടു, നല്ല മാല ഇട്ടു, എവിടുന്നത് വാങ്ങിയത്, അമ്പലത്തിൽ ചർച്ചയാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഇതൊക്കെ കാണാം. അങ്ങനെയുള്ളവരല്ല ഭക്തരെന്ന വ്യാസൻ എഴുതി വെച്ചത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇന്ത്യൻ തത്വങ്ങൾ, ഇന്ത്യൻ ദാർശനികത അതിഗഹനമാണ്, അതിബൃഹത്താണ്. അതിനെ ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവന്ന് നമ്മൾ ക്ഷേത്രങ്ങളുടെയും മറ്റ് ആരാധനാലയങ്ങളുടെയും ദിവ്യമായ തേജസ്സിനെ ഇല്ലായ്മ ചെയ്യരുത്. മനുഷ്യൻ എന്ന് പറയുന്നത് അപാരമായ ശക്തിയുള്ള ഒരു പ്രതിഭാസമാണ് മനുഷ്യൻ. ആ മനുഷ്യനേക്കാൾ വലിയൊരു പ്രതിഭാസം ലോകത്തിലില്ല എന്ന് ഉപനിഷത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, പല താത്വികാചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനാണ് ഏറ്റവും വലുത്. ആ മനുഷ്യൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം. അതാണ് കുചേലൻ ചെന്നപ്പോൾ കൃഷ്ണൻ സ്വീകരിക്കാൻ വരുന്നത്. കുചേലൻ ചെന്നപ്പോൾ കുചേലന്റെ കാല് തന്റെ മടിയിൽ വെച്ച് കഴുകി കൊടുക്കുന്നത്. ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായിട്ടുള്ള കൃഷ്ണൻ ദരിദ്രനായിട്ടുള്ള കുചേലന്റെ കാല് മടിയിൽ വെച്ച് കഴുകി കൊടുക്കുന്ന ഒരു കഥ വ്യാസനോട് എഴുതി വെക്കണമെങ്കിൽ അത് മനുഷ്യനോടുള്ള സന്ദേശമാണ്. ദരിദ്രനെയും തന്നോടൊപ്പം പരിഗണിക്കുക. ഇവിടെ ആര് പരിഗണിക്കുന്ന ഈ ലോകത്ത്? ഇവിടെ അംബാനിക്ക് നാട്ടിലെ ദരിദ്രനെ കണ്ട വല്ല മൈൻഡുണ്ട്? ലോകം എങ്ങനെയായി ഇതൊക്കെ പറഞ്ഞ നാട്ടിൽ ആലോചിക്കേണ്ടേ? അത് കൃഷ്ണന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെയോ ഒന്നും കുഴപ്പമല്ലല്ലോ. പരമശിവൻ പാർവതി ദേവിയുടെ വല്ലഭൻ, പാർവതിയുടെ അടുത്ത് ശിവൻ ഇരിക്കുന്നു. ശിവന്റെ മടിയിൽ ഗണപതി, പാർവതിയുടെ മടിയിൽ സുബ്രഹ്മണ്യൻ, ഗണപതിയുടെ മുന്നിൽ എലി, സുബ്രഹ്മണ്യന്റെ മുന്നിൽ മയിൽ, ഇവരുടെ നാലാമതി മുന്നിൽ നന്ദികേശ്വരൻ എന്ന കാള, ശിവന്റെ കഴുത്തിൽ പാമ്പ്, ശിവന്റെ തലയിൽ ചന്ദ്രക്കല, ശിവന്റെ തലയിൽ ഒരു ഭാഗത്ത് ഗംഗാനദി, പാർവതിയുടെ വലതുഭാഗത്ത് പുലി. ഈ ചിത്രം കണ്ടിട്ടില്ലേ? ആലോചിച്ചു നോക്കും. ആ ചിത്രം പല വീടുകളിലും ഉണ്ടാകും, പല ശിവക്ഷേത്രങ്ങളിലും ഉണ്ടാകും. ഇതൊക്കെ ഇന്ത്യൻ തത്വത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യാത്മകമായ ചിത്രങ്ങളാണ്. ആര് വരച്ചു, ഇത് എഴുതി വെച്ചു നോക്കേണ്ട കാര്യമില്ല, അതിന്റെ സന്ദേശമാണ് ഉൾക്കൊള്ളേണ്ടത്. ഇതൊക്കെ പരമശത്രുക്കളാണ്. പുലി, കാളിയും എലിയും മയിലും പാമ്പും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനത്തിൽ ഏർപ്പെടുന്നവരാണ്. ഒരുമയുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാമെന്ന് കാണിച്ചു കൊടുക്കുന്ന ചിത്രമാണ്. അതാണ് ഇന്ത്യൻ ഫിലോസഫി. നമ്മൾ ഇതിന്നൊക്കെ സാരാംശങ്ങൾ ഉൾക്കൊള്ളണം. ആ സാരാംശങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് സുമിത്ര ലക്ഷ്മണനോട് പറയുന്ന ശ്ലോകം നമ്മൾ ഓർക്കേണ്ടത്. രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകം ഏതെന്ന് ചോദിച്ചപ്പോൾ താത്വികാചാര്യന്മാർ പറയുന്നുണ്ട്, രാമം ദശരഥം വിധി മാം വിദ്ധി ജനകൽപജാം.
ലക്ഷ്മണ, കാട്ടിൽ പോകുമ്പോൾ നീ രാമനെ അച്ഛനായിട്ട് പരിഗണിക്കുക, കാടിനെ അയോധ്യയായിട്ട് പരിഗണിക്കുക, സീതയെ ഞാനായിട്ട് പരിഗണിക്കുക, അമ്മയായിട്ട് പരിഗണിക്കുക. അതിനേക്കാൾ വലിയൊരു ശ്ലോകം വാത്മീകി എഴുതിയിട്ടില്ല എന്ന് താത്വികാചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് അതിന്റെ അർത്ഥം എന്താ? സ്വന്തം വീട്ടിലെ അച്ഛനമ്മയേക്കാൾ വലുതൊന്നും ലോകത്തിലില്ല. അവരെ ബഹുമാനിക്കണം, അവരെ ബഹുമാനിച്ച് ആദരിക്കണം. ഇന്നത്തെ ലോകത്തിലോ അച്ഛനെ അമ്മയെ പുറത്താക്കുന്നു, മക്കളെ പുറത്താക്കുന്നു, അടിയിലാണ്. പിന്നെന്താ ഈ ഭക്തി? എവിടെയാണ് നമ്മൾ താളം തെറ്റിപ്പോകുന്നത്? ശിവൻ സംഹാരതാണ്ഡവം നടത്താറുണ്ട്, ആനന്ദതാണ്ഡവം നടത്താറുണ്ട്. ആനന്ദതാണ്ഡവം ശിവൻ പാർവതിയുടെ മുന്നിലേ നടത്തുള്ളൂ. ശിവപുരാണം വായിച്ചാൽ അറിയാം. സംഹാരതാണ്ഡവം നമ്മൾ പല കഥകളിലും കേട്ടിട്ടുണ്ട്. താരകാസുരനെ വധിക്കുന്നതിനും പല സംഹാരതാണ്ഡവങ്ങളും ഉണ്ടായിരുന്നു. പാർവതിയുടെ മുന്നിൽ ഏറ്റവും വലിയ ലയതാള ലാസ്യങ്ങളോടുകൂടി ശിവൻ ചെയ്യുന്ന നൃത്തമാണ് ആനന്ദ നൃത്തം. പ്രേമകാമുകനായി എല്ലാവിധ സല്ലാപങ്ങളോടുകൂടി ആ പാർവതിയുടെ മുന്നിൽ ഏറ്റവും മനോഹരമായി നൃത്തം ചെയ്യുമ്പോഴാണ് പ്രപഞ്ചത്തിന്റെ താളാത്മകത വരുന്നതെന്ന് ശിവപുരാണം പറയുന്നത്. ആ താളാത്മകതയിൽ നിന്നാണ് പ്രപഞ്ചത്തിന്റെ സൗന്ദര്യവും പ്രപഞ്ചത്തിന്റെ സാഹിത്യഭംഗിയും സാംസ്കാരിക പ്രവാഹവും എല്ലാം ഉദിക്കുന്നതെന്ന് വ്യാസൻ എഴുതി വെച്ചിട്ടുണ്ട്. വ്യാസൻ ഒരാളാണോ നൂറാളാണോ ഒക്കെ തർക്ക വിഷയ ആരെങ്കിലേക്കുള്ളത്. പക്ഷെ എഴുതി വെച്ചതിന്റെ കണ്ടന്റ്, അതിന്റെ അന്തസത്തയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. വിശ്വാസമുണ്ടോ ഇല്ലയെന്ന് വേറെ വിഷയം. ഈ വേറൊന്നും കൂടി ഞാൻ പറയാം. വിശ്വാസം എന്നുള്ളൊരു വാക്ക് ഭഗവത്ഗീതയിലുമില്ല, ഉപനിഷത്തിലുമില്ല, രാമായണത്തിലുമില്ല, മഹാഭാരതത്തിലുമില്ല. അത് പ്രായോഗികവൽക്കരിക്കപ്പെട്ടുകൊണ്ട് വന്നതാണ്. അതിലൊക്കെ പറയുന്ന വാക്ക് ആത്മാർപ്പണം, ആത്മാർപ്പണം, കംപ്ലീറ്റ് സറണ്ടർ, പൂർണ്ണമായിട്ട് അർപ്പിക്കുക. പൂർണ്ണമായിട്ട് അർപ്പിക്കുമ്പോൾ നിങ്ങൾ ആരെ ആരാധിക്കുന്നു അവർക്ക് അർപ്പിക്കുക. അതാണ് ഏറ്റവും വലിയ ഭക്തി. കൃഷ്ണനും അർജുനനും കൂടി നടന്നു പോവുകയായിരുന്നു യമുനാതീരത്തുകൂടെ. ഭാഗവതത്തിലെ ആയിരക്കണക്കിന് കഥകളിൽ ഒരു കഥയാണ്. ഭാഗവതമാണ് സപ്താഹം നടത്തുന്ന 7 ദിവസം. ആ സപ്താഹം നടത്തുന്ന പണ്ഡിതന്മാർ ഈ കഥ പറയും. നടന്നു പോകുമ്പോൾ യമുനാ നദിയുടെ വെള്ളം ഇങ്ങനെ പൊന്തി വരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ വെള്ളം താന്നു, വീണ്ടും വെള്ളം പൊന്തി, വീണ്ടും വെള്ളം താന്നു. അർജുനന്റെ പേടിയാവുന്നു, വല്ല ഭീകരമായ വെള്ളപ്പൊക്കം വരികയാണോ എന്ന് സംശയം. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, പേടിക്കണ്ട, കുറച്ചുകൂടിയാണ് നടന്നാൽ നമുക്ക് കാര്യം അറിയാം. കുറച്ചുകൂടി നടന്നപ്പോൾ ഇത് തന്നെ സ്ഥിതി. കുറച്ചുകൂടി നടന്നു നോക്കി, അപ്പോൾ ദൂരത്ത് നിന്ന് വെള്ളത്തിൽ ഒരാൾ കുളിക്കുകയാണ്. കുളിക്കുമ്പോൾ അയാളുടെ ശരീരത്തിന്റെ കനമനുസരിച്ച് വെള്ളം ഉണ്ട്. ആരാ കുളിക്കുന്നത്? അർജുനന്റെ ഏട്ടൻ ഭീമൻ. 10,000 ആനയുടെ ശക്തിയാണ്. ആ ശരീരം വെള്ളത്തിൽ മുങ്ങിയപ്പോൾ വെള്ളം കൂടെ പൊങ്ങുക. വെള്ളം അങ്ങനെയാണ്, ഒരു കല്ലിട്ട് അതിന്റെ അനുസരിച്ച് വെള്ളം പൊങ്ങും. വെള്ളം പൊന്നുമ്പോൾ പിന്നെ ഭീമൻ വെള്ളത്തിന് പൊന്തിയപ്പോൾ വെള്ളം താഴും. അപ്പൊ ഭീമൻ ഈ പൊന്തുമ്പോൾ പഴയ കാരണവന്മാരൊക്കെ ചെയ്യുന്ന നമ്മൾ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ വെള്ളം എടുത്തിട്ട് ഈ അന്തരീക്ഷത്തിലേക്ക് തർപ്പണം ചെയ്യും. ഓം നമോ ഭഗവതേ വാസുദേവായ, അല്ലെങ്കിൽ ഓം മഹാദേവി നമ എന്നൊക്കെ പറഞ്ഞിട്ട് തർപ്പണം ചെയ്യുന്ന പഴയ കാരണവന്മാരുണ്ട്. അതേമാതിരി ഭീമൻ ഈ വെള്ളം എടുത്തിട്ട് അന്തരീക്ഷത്തിലേക്ക് അർപ്പിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പൊ അന്നേരം ഭീമൻ 5 മിനിറ്റ് ചെയ്തിട്ട് കയറി പോവാ. ഈ ഭീമൻ ഇവരെ കാണുന്നില്ല, ഇവര് ഭീമനെ കാണുന്നില്ല. അപ്പൊ അർജുനൻ പറയാ കൃഷ്ണനോട്, വ്യാസം പറയിപ്പിക്കുക, കൃഷ്ണ, എന്റെ ഏട്ടൻ 5 മിനിറ്റാ പ്രാർത്ഥിച്ചങ്ങേ, അതെന്ത് ഭക്തി! ഞാനല്ലേ ഒപ്പം നടക്കുന്നത് എപ്പോഴും. ഞാൻ എപ്പോഴും നാരായണ 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 എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് 24 മണിക്കൂർ. ഞാനല്ലേ ഏറ്റവും വലിയ ഭക്തൻ. ചോദിക്കുന്ന ചോദ്യമാണ് അർജുനൻ കൃഷ്ണനോട്. ഭാഗവതം വായിച്ചാൽ ഈ കഥ കാണാം. അപ്പൊ കൃഷ്ണൻ പറയുന്ന മറുപടിയാ, നീ നാരായണൊക്കെ എല്ലാ ദിവസവും 24 മണിക്കൂറും പറയുന്നുണ്ട്. പക്ഷെ നീ നാരായണ 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 എന്ന് ജപിക്കുമ്പോ ഇടയ്ക്കൊന്ന് പാഞ്ചാലിയെ നോക്കും, ഇടയ്ക്കൊന്ന് ഭീമനെ നോക്കും, ഇടയ്ക്കൊന്ന് ദുര്യോധനെ നോക്കും, ഇടയ്ക്കൊന്ന് ദുശാസനെ നോക്കും. ഭീമൻ നാരായണ എന്ന് പറയുമ്പോ ഞാൻ മാത്രമേ ഉള്ളൂ ഭീമന്റെ മനസ്സിൽ. അതാണ് ഭക്തി. ഏതാ ഭക്തി? ഭദ്രകാളിയെ സ്തുതിക്കുമ്പോ ഭദ്രകാളിയും നിങ്ങളും മാത്രമേ പാടുള്ളൂ. അതിനിടയിൽ മൂന്നാമത്തെ ഒരാൾ വേണ്ട. മന്ത്രാക്ഷരേരഷ്ട വിര്യുക്ത പദ്യേ ഭുക്തേ ഭവാനി ഭവബന്ധു സത്യ എന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാ മന്ത്രങ്ങളുടെയും പാദാർപ്പണം അങ്ങയുടെ പാദങ്ങളിലാകട്ടെ എന്ന ദേവിയോട് പറയുന്നു. എല്ലാ പാദാരവിന്ദങ്ങളിൽ പതിക്കട്ടെ എന്ന് എഴുതി വെച്ചവർ പറയുന്നു. അപ്പൊ വിശ്വാസത്തിനെയും ഭക്തിയെയും നമ്മൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി കൊണ്ടുപോകണം. ഈ ഇപ്പൊ നേരത്തെ ഹരിദാസേട്ടൻ പറഞ്ഞ മാതിരി കുട്ടികൾ വളർന്നു വരുമ്പോൾ
എല്ലാ പുരാണങ്ങളുടെയും അന്തസത്തയെ അറിഞ്ഞിരിക്കണം. എല്ലാ ഗ്രന്ഥങ്ങളുടെയും. എളുപ്പമല്ല, അത് ഭഗീരഥ പ്രയത്നമാണ്. ഞാനതൊക്കെ ചെയ്യും. ഞാനതെപ്പോഴും ഒരു നദിയുടെ കരയിലെത്തിയിട്ടുണ്ട്. ഇപ്പോഴും 10-15 പ്രാവശ്യമൊക്കെ രാമായണവും ഭാരതവും ഇതൊക്കെ വായിച്ചിട്ടും ഇപ്പോഴും ഏതാണ്ടൊരു പിടിയായിട്ടുണ്ട്. അത് നമ്മൾ നിരന്തരമായി ശ്രമിക്കുമ്പോൾ അതിന്റെ ഉള്ളിലെ ഏറ്റവും മഹാസാഗരം പോലെ പരന്നു കിടക്കുന്ന വിജ്ഞാനത്തിന്റെ ഉള്ളിൽ നമുക്ക് നീക്കി തുടിക്കാനേ പറ്റുകയുള്ളൂ. അത് കോരി കുടിക്കണമെങ്കിൽ ഭഗീരഥ പ്രയത്നം വേണം. ഇന്നത്തെ ആധുനിക ലോകം അതിന് സമ്മതിക്കുകയില്ല. മനുഷ്യ സ്നേഹം, മാനവികത, അതാണ് ശ്രീനാരായണ ഗുരുദേവൻ പാടുന്നത്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരെന്നും സുഖത്തിനായി വരേണം. ഉപനിഷത്ത് വാചകമാണ്. നിങ്ങൾ നിങ്ങളുടെ സുഖത്തിനായി എന്തൊക്കെ ആചരിക്കുന്നുണ്ടോ അത് മറ്റുള്ളവരും സുഖമാകണം. മറ്റുള്ളവർക്ക് സുഖമാകുന്നില്ല എങ്കിൽ നിങ്ങൾ സുഖിക്കേണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത്. മറ്റുള്ളവരെ ദ്രോഹിച്ച് നിങ്ങൾ സുഖിക്കേണ്ട കാര്യമില്ല. ഗുരുദേവൻ എഴുതിപ്പിടിക്കുന്നത് ഉപനിഷത്ത് വാചകങ്ങളാണ്. ഉപനിഷത്ത് മനഃപ്പാഠമായി ഹൃദിസ്ഥമായി കേരളം മുഴുവൻ മലയാളത്തിൽ പറഞ്ഞു നടന്ന ആളാണ് ഗുരുദേവൻ. അങ്ങനെയുള്ള മഹാമഹർഷിമാരും മഹാസന്യാസിമാരൊക്കെ സഞ്ചരിച്ച മേഖലയാണ് കേരളവും ഈ പൊന്നാനിയും മൂക്കുനെല്ലയും ഒക്കെ. അപ്പൊ ഇതിനൊക്കെ ഒരു പൈതൃകമുണ്ട്. ഈ ക്ഷേത്രോത്സവങ്ങൾ നടക്കുമ്പോൾ, ക്ഷേത്രത്തിന് ഈ വലിയ വലിയ ഉത്സവങ്ങളൊക്കെ ആഘോഷിക്കുമ്പോൾ ആഘോഷം നല്ലതാണ്, ഉത്സവങ്ങൾ നല്ലതാണ്. അതൊരു ഒത്തുകൂടലാണ്, സംഗമമാണ്. പാപാലവൃദ്ധം ജനങ്ങളുടെ സമന്വയത്തിന്റെ വേദിയായിട്ട് ഉത്സവങ്ങൾ മാറും. ആ ആൾക്കാർ കൂടി വരുമ്പോൾ അതിൽ നിന്ന് ഒരു ഊർജം പ്രവഹിക്കുന്നുണ്ട്. ഒരാൾ നിൽക്കുമ്പോഴുള്ള ഊർജത്തിനേക്കാൾ 3 ആളൊപ്പം നിന്നാൽ ഊർജമുണ്ടാകും. ആ എനർജിയെ നമ്മൾ ഏറ്റവും ഗുണാത്മകമായ എനർജിയാക്കി ചിന്താപരമായി വളർത്തുമ്പോഴാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഉന്നതി ചിന്താപരമായിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ചിന്തകളാണ് ഈ പറയപ്പെട്ട മന്ദിരകുലത്തിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ മുതൽ എത്രയോ 12 പേർ. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലയനിലുണ്ട്, ആദിത്യനിലുണ്ട്, അനശ്വരനിലുണ്ട്, പരാത്മചൈതന്യം ഉള്ളൂർ എന്ന മഹാകവി എഴുതിയിട്ടുള്ള ശ്ലോകമാണ്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലും ഒരു പുളിയക്കുടിലും ചൈതന്യം ഒന്നു തന്നെയാണെന്ന് ഐതിഹ്യമാലിയെ കുറിച്ചുള്ളൂർ എഴുതിയിട്ടുള്ളത്. എല്ലാം ഒന്ന് തന്നെ, എല്ലാം ഒന്ന് തന്നെ. അതാണ് അഹം ബ്രഹ്മാസ്മി, അതാണ് ഞാൻ തന്നെയാണത്. അതാണ് സർവമംഗളമംഗല്യേ ശിവേ സർവപ്രസാദകേ, എല്ലാറ്റിന്റെയും മംഗളസ്വരൂപം. എല്ലാറ്റിനും, ഒരാൾക്കല്ല, 2 ആൾക്കല്ല, 3 ആൾക്കല്ല, സർവമംഗളമംഗല്യേ എന്നാ പറയുന്നത്. എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുക, എല്ലാറ്റിനെയും സമന്വയിപ്പിക്കുക. അതാണ് ഫിലോസഫി, അതാണ് താത്വിക ദർശനങ്ങൾ. അങ്ങനെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ് 108 പുരാണങ്ങളും. അതിന് വേണ്ടാത്തതുമുണ്ട്, വേണ്ടതുമുണ്ട്. എല്ലാ മതഗ്രന്ഥങ്ങളിലും വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഉണ്ടാകും. മനുഷ്യവംശത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ നമുക്ക് സ്വീകരിക്കാം അതൊക്കെ സ്വീകരിക്കാം, ഏതൊക്കെ തിരസ്കരിക്കാം അതൊക്കെ തിരസ്കരിക്കാം. അതാണ് വ്യാസനും വാൽമീകിയും ഉപനിഷത്ത് ഋഷിമാരും ഒക്കെ പറയുന്നത്. ഉപനിഷത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു മഹർഷിയുടെ പേരായിരുന്നു ഉദ്ദാലകൻ. ഉദ്ദാലകന്റെ മകനെ അദ്ദേഹം പഠിക്കാൻ അയച്ചു. 12 കൊല്ലത്തിന്റെ പഠനത്തിന് ശേഷം ശ്വേതകേതു എന്നുള്ള മകൻ തിരിച്ചു വരുന്നു. മകൻ തിരിച്ചു വരുമ്പോൾ മകന്റെ ധാരണ ഞാൻ എല്ലാ പഠിത്തവും പൂർത്തിയാക്കി എന്നുള്ളതാണ്. അങ്ങനെ പൂർത്തിയാക്കിയിട്ട് അഹങ്കാരത്തോടു കൂടി വരുമ്പോൾ വീടിനും ആശ്രമത്തിന്റെ ഉമ്മറത്തേക്ക് കയറിയപ്പോൾ അച്ഛൻ ചോദിച്ചു മകനോട്, നീ എല്ലാം പഠിച്ചു? പഠിച്ചു. എല്ലാം പഠിച്ചു? പഠിച്ചു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ച ചോദ്യമാണ് ഉപനിഷത്തിന് മകനോട്, നീ ആരാണ്? ലോകത്തിലെ 90% ആൾക്കാർക്ക് ഇപ്പോഴും അതിന് ഉത്തരം അറിയില്ല. നീ ആരാണ്? അപ്പൊ മകൻ അന്തം വിട്ടു. ഞാൻ അച്ഛൻ്റെ മകൻ, എന്റെ പേര് ശ്രീരകീർത്തി. അതല്ല നീ. പിന്നെന്താ നീ? ഇപ്പൊ അടുത്തുള്ള ആളോട് ചോദിച്ചാൽ അവള് പറയും, ഞാൻ എഞ്ചിനീയർ, ഞാൻ ഡോക്ടർ, ഞാൻ പ്രൊഫസർ. അതാണോ നിങ്ങൾ? അപ്പൊ അച്ഛൻ വീണ്ടും മകനെ ആ ഗുരുവിന്റെ അടുത്തേക്ക് അയക്കുക. അപ്പൊ ആ ഗുരു കാത്തിരിക്കുക. നിന്നെ അച്ഛൻ മടക്കി പറഞ്ഞയച്ചില്ലേ? നീ പഠിക്കാത്തത് എന്താണോ അത് പഠിക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞയച്ചില്ല, അത് പഠിപ്പിച്ചു തരാം. എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നീ നിന്റെ ചിന്തയാണ്, നിന്റെ പ്രവൃത്തിയാണ്, നിന്റെ വാക്കാണ്. അതാണ് നീ, അല്ലാതെ നിന്റെ സ്ഥാനമല്ല. നീ പ്രധാനമന്ത്രിയായ 5 കൊല്ലം കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാൽ നീ പ്രധാനമന്ത്രിയല്ല. നീ മുഖ്യമന്ത്രിയായ കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ നീ മുഖ്യമന്ത്രിയല്ല.
ഈ ഗവർണറായാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുൻ ഗവർണർ, മുൻ ഡോക്ടർ, മുൻ എഞ്ചിനീയർ. ഹൂ ഈസ് യു? ഹൂ ആർ യു? നമ്മൾ ആരാണ്? നമ്മൾ നമ്മളുടെ ചിന്തയാണ്, നമ്മളുടെ പ്രവൃത്തിയാണ്, നമ്മളുടെ വാക്കാണ്. ചിന്തയെയും പ്രവൃത്തിയെയും വാക്കിനെയും സമന്വയിപ്പിക്കുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലുള്ള മഹാപ്രതിഭകൾ ഉടലെടുക്കുന്നത് എന്ന് അടിമരയിട്ട് വാൽമീകിയും വ്യാസനും എഴുതി വെക്കുന്നു. ദേവീ പുരാണം അടക്കം എഴുതിയിട്ടുള്ള വ്യാസൻ എഴുതി വെക്കുന്നതാണ്. അതാണ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ വ്യാസൻ പറയുന്ന പല വരികളും ഫിലോസഫിക്കൽ, തത്വചിന്താപരമായിട്ടുള്ളതാണത്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി, സർവാധാര സുപ്രതിഷ്ഠ സദസ്സദ്രൂപധാരിണി. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി. ദേവിയെ പോയിട്ട് സ്തോത്രം ചെല്ലാൻ മാത്രമല്ല അതിന്റെ ഉദ്ദേശം. ഓരോ മനുഷ്യനിലുമുണ്ട് ഇച്ഛാശക്തി, ഓരോ മനുഷ്യനുമുണ്ട് ക്രിയാശക്തി, ഓരോ മനുഷ്യനുമുണ്ട് ജ്ഞാനശക്തി. ഇച്ഛയെയും ക്രിയയെയും ജ്ഞാനത്തിനെയും നിങ്ങൾ സമന്വയിപ്പിച്ച് അത് നിങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളും ഒരു ദിവ്യരൂപമായിട്ട് മാറും. അതാണ് വ്യാസൻ പറഞ്ഞത്. അത്ര ഗഹനമായിട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ തത്വചിന്തയുടെ അപാരമായ അനന്തത നമുക്ക് മനസ്സിലാക്കുക. രൂപങ്ങൾ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഭാവങ്ങൾ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. വിവേകാനന്ദൻ ചൊല്ലുന്നൊരു ശ്ലോകമുണ്ട്: ആകാശം പതിതം തോയം സകരം പ്രതി ഗച്ഛതി, സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. അപ്പൊ ഈ വരുന്ന 12-ാം തീയതി മറ്റന്നാൾ വിവേകാനന്ദ ജയന്തിയാണ്. അദ്ദേഹം യൂറോപ്പിലും അമേരിക്കയിലും പോകുമ്പോൾ പ്രസംഗം അവസാനിക്കുമ്പോൾ അവസാനത്തെ ശ്ലോകം ഇതാണ്: ആകാശം പതിതം തോയം സകരം പ്രതി ഗച്ഛതി, സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആകാശത്ത് പതിക്കുന്ന വെള്ളം ഭൂമിയിൽ പതിച്ച് ഒഴുകി സാഗരത്തിൽ പതിക്കുന്നത് പോലെ ഏതു ദേവനെ നമസ്കരിച്ചാലും അവസാനം അത് ഒന്നിലേക്ക് തന്നെ എത്തുക. ആ ഒന്നാണ് കേശവൻ, അല്ലെങ്കിൽ നീ. അതാണ് തത്വമസി. അതിനേക്കാൾ വലിയൊരു സ്വാമി ഇന്ത്യ കണ്ടിട്ടില്ലല്ലോ. ഏറ്റവും വലിയ സ്വാമിയല്ലേ വിവേകാനന്ദ സ്വാമി. അദ്ദേഹം എഴുതി വെച്ചതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോ, കൊടുങ്ങല്ലൂർ എത്തിയപ്പോ ആ ദേവി വിഗ്രഹം കണ്ട് അദ്ദേഹത്തിന് തൊഴാൻ തോന്നി. തന്റെ നാട്ടിലൊക്കെ ദേവി വിഗ്രഹ, ദുർഗാക്ഷേത്ര ബംഗാളിലും മുഴുവൻ. അപ്പൊ കൊടുങ്ങല്ലൂർ അമ്മയെ കണ്ടപ്പോ ഒന്ന് തൊഴാൻ തോന്നിയ അത് ചെന്നപ്പോ അവിടുത്തെ അന്നത്തെ ചാതുർവർണ്ണത്തിന്റെ അപ്പോസ്തലന്മാര ജാതി മേധാവിത്വത്തിന്റെ കുടീകങ്ങളാണ് അവിടെ അമ്പലങ്ങളൊക്കെ ഭരിക്കുന്നത്. അപ്പൊ അവിടുത്തെ പ്രഥമ പൂജാരി വന്ന് പറഞ്ഞു, എന്താ പേര്? നരേന്ദ്രൻ. വിവേകാനന്ദന്റെ ചെറുപ്പത്തിലെ പേരാ നരേന്ദ്രൻ. അടുത്ത ചോദ്യം എന്താ ജാതി? വിവേകാനന്ദൻ ചെറിയൊന്നു. ഇത് ചോദിക്കുന്ന ഒരു അമ്പലത്തിൽ എനിക്ക് കേറണ്ട, എന്റെ ദേവി എന്റെ ഉള്ളിലുണ്ട്. അവരുടെ ഒറ്റ പോക്ക കന്യാകുമാരിക്ക്. അന്നാ വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഭ്രാന്താലയമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ലോകം പോകാൻ പാടില്ല. മനുഷ്യരെല്ലാവരും ഒന്നാണ്. ആ മാനവീയതയാണ് പുരാണങ്ങൾ പറയുന്നത്. ആ മനുഷ്യത്വത്തിനെ ചേർത്ത് പിടിക്കാനുള്ള ദേവിയും ദേവനും ശിവനും വിഷ്ണുവും കർത്താവും അള്ളാഹുവും ഒക്കെ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. മാനവികത, മനുഷ്യത്വം, സ്നേഹം, സഹിഷ്ണുത ഏത് പുരാണങ്ങളിലും അതാണ് കാണിക്കാൻ പറ്റുക. അതാണ് വന്ദേ പത്മകരം പ്രസന്നവദനം സൗഭാഗ്യദം ഭാഗ്യദം. മഹാലക്ഷ്മിയെ കുറിച്ച് വിവരിക്കുമ്പോഴും യാ കുന്ദേന്ദു തുഷാരതവള ശുഭ്രവസ്ത്രാവതാര സരസ്വതി ദേവിയെ വർണ്ണിക്കുമ്പോഴും, അല്ലെങ്കിൽ ദുർഗയെ സർവമംഗള മംഗല്യ എന്ന് വർണ്ണിക്കുമ്പോഴും ഈ 3 രൂപങ്ങളും മനുഷ്യ രൂപത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്. ആ വ്യത്യസ്ത ഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതിന്റെ കഠിനാധ്വാനത്തിലൂടെ, ആത്മാർപ്പണത്തിലൂടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടത്താൻ കുചേലനും പ്രഹ്ലാദനും അല്ലെങ്കിൽ അങ്ങനെയുള്ള മഹായുഗ പുരുഷന്മാരും ഒക്കെ ലോകത്തിൽ നമ്മൾക്ക് മാതൃകയായിട്ട് നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വ്യാസൻ ഇത്തരത്തിലുള്ള കഥകൾ എഴുതിയത്, വാൽമീകി എഴുതിയത്, ഉപനിഷത്ത് ഋഷിമാർ എഴുതിയത്. അത് കുട്ടികൾ പഠിക്കണം. വളരുമ്പോൾ, അങ്ങനെ പഠിച്ച് വളരുമ്പോൾ കൂടുതൽ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു മനുഷ്യ സമൂഹത്തിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് മഹാഋഷിമാരെ നമ്മളോട് പറയുന്നത്. അതിന് പറ്റിയ സ്ഥലമാണ് ശങ്കരാചാര്യർ സഞ്ചരിച്ച ഭൗമികമായ പണ്ഡിത ശിരോമണി ശങ്കരൻ സഞ്ചരിച്ച ഈ ഭൂമി. അവിടെ എല്ലാവിധ വിജ്ഞാനങ്ങളും പ്രവഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അമ്പലത്തിന്, ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. എല്ലാവിധ വിജയാശംസ.